നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പെടാത്ത അതിനേക്കാൾ കൂടുതലുള്ള ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് ചെയ്യണോ വേണ്ടയോ? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എൻ്റെ കരിയറിൽ 2 സമയത്ത് എനിക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒരു സിറ്റുവേഷനിൽ ഞാൻ എസ് പറഞ്ഞു, ഒരു സിറ്റുവേഷനിൽ ഞാൻ നോ പറഞ്ഞു. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട, ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. സോ എൻ്റെ ലൈഫിൽ നടന്ന ഈ 2 സിറ്റുവേഷനുകളും ഞാൻ പറയാം, എന്തുകൊണ്ട് ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തു എന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ ആ തീരുമാനം എടുക്കണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ആദ്യം ഞാൻ എസ് പറഞ്ഞൊരു സിറ്റുവേഷൻ പറയാം. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അവിടെ സീനിയർ കോപ്പി റൈറ്ററാണ്. ഞങ്ങളുടെ ടീമിൽ വേറെയും കോപ്പി റൈറ്റർ ഉണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ഹെഡ്, കണ്ടൻറ്റ് ഹെഡായിട്ട് ഒരാളുണ്ട്. അതിന് ഞാൻ അവിടെ വർക്ക് ചെയ്ത് 1-2 വർഷമായപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഈ കണ്ടൻറ്റിൻ്റെ മൊത്തം വർക്ക്, അതായത് ഇപ്പോൾ എനിക്ക് രാവിലെ നമ്മുടെ റിപ്പോർട്ടിംഗ് ഹെഡാണ് ടാസ്ക് തരുന്നത്, ഞാൻ എൻ്റെ ടാസ്ക് ചെയ്യുന്നു എന്നുള്ളൂ. അതിന് പകരം ഒരു മന്ത്ലി ടോട്ടൽ ടാസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ എല്ലാ ദിവസത്തേക്കും ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ടീമിലുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുക. അത് കൃത്യമായിട്ട് ഡിസൈൻ ടീമിന് കൊടുക്കുക. എന്നിട്ട് ഡിസൈനിൻ്റെ ഒരു ഹെഡുണ്ട്, ആ പുള്ളിക്ക് പകരം ഇപ്പോൾ ഡിസൈനിലുള്ള ഒരു പയ്യനെ ഈ ഡിസൈനിൻ്റെ ഒരു ഇൻചാർജായിട്ട് മാറ്റും. അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഡിസൈൻ ടീമുകളെ കൊണ്ട് ഈ വർക്ക് ചെയ്യിക്കുക. എന്നിട്ട് അവർക്ക് ഡിസൈൻ ഇൻപുട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു കണ്ടൻറ്റിൻ്റെ ടീമിനെ ഒപ്പം ഡിസൈന് ഓവർലുക്ക് ചെയ്യുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നവർ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് എസ് പറഞ്ഞു. അതിന് കാരണം ആ സമയത്ത് കമ്പനി ഒരു എക്സ്പാൻഷൻ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. സോ ഞങ്ങളുടെ ഈ കണ്ടൻറ്റ് ഹെഡിനെയും ഈ ഡിസൈനിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, ആ പുള്ളിയെയും ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ തന്നെ, വേറെ തന്നെ ഒരു ഓഫീസിലിരുത്തി അവിടെ കമ്പനിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വേറൊരു വിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ഇപ്പോൾ ഈ കമ്പനി എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കോപ്പി റൈറ്റർ എന്ന രീതിയിലുള്ള സ്കില്ല് ഇവർക്കറിയാം, പക്ഷേ എൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്ക് ടെസ്റ്റ് ചെയ്യണം. എന്നാലല്ലേ എന്നൊരു ടീം ലീഡാക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഇവർ ഈ ടാസ്കുകൾ തന്നു, ഞാനത് ചെയ്തു. സോ കമ്പനി സാറ്റിസ്ഫൈഡ് ആയി. എന്നിട്ട് ഇവരെനിക്കൊരു സാലറി ഹൈക്കും തന്നു. അതിന് പുറമെ ജൂനിയേഴ്സ് ആയിട്ടുള്ള 2 പേരെ ഹയർ ചെയ്തു. സോ എൻ്റെ ടീം വലുതായി. അങ്ങനെ ഞാനൊരു ടീം ലീഡായിട്ട് അവിടെ വർക്ക് ചെയ്തു. സോ ഇത്തരത്തിലുള്ള അഡീഷണൽ ടാസ്ക് ചില സമയത്ത് കമ്പനി തരുന്നത് നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് സ്കില്ല് ടെസ്റ്റ് ചെയ്യാനും കൂടെ ആയിരിക്കാം. സോ ഈ ഒരു ട്രയൽ പീരീഡിൽ നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒരു ടീം ലീഡാക്കിയിട്ട് നിങ്ങളുടെ ഹെഡിന് ഒരു പ്രൊമോഷൻ കൊടുത്ത് അയാളെയും അടുത്ത പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പനി അങ്ങനെ ചെയ്യും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമുക്കൊരു പ്രൊമോഷൻ തരാൻ വേണ്ടി നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളവിടെ JDക്ക് പുറമെയുള്ള കാര്യം എസ് പറയുന്നത് ഓക്കെയാണ്. ഇനി ഞാൻ നോ പറഞ്ഞൊരു സിറ്റുവേഷൻ പറയാം. ഞാൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനവിടെ കോപ്പി റൈറ്ററാണ്. എൻ്റെ ടീമിൽ വേറെ 2 കോപ്പി റൈറ്റേഴ്സ് ഉണ്ട്. ഞാൻ ടീം ലീഡല്ല. കണ്ടൻറ്റിന് അങ്ങനെ ഒരു സെപ്പറേറ്റ് ഹെഡില്ല. ഇനി അവിടെ ഡിസൈൻ ടീമുണ്ട്. ഡിസൈൻ ടീമിന് ഒരു ക്രിയേറ്റീവ് ഹെഡുണ്ട്. ആ ക്രിയേറ്റീവ് ഹെഡിൻ്റെ കീഴിലാണ് ഡിസൈനേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സും വീഡിയോ എഡിറ്റേഴ്സും ഉള്ളത്. പിന്നെ നമ്മളുടെ ഒരു ബ്രാഞ്ച് ഹെഡ് ഉണ്ട്. അവരാണ് അവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം ഡീൽ ചെയ്യുന്നത്. നമ്മളെല്ലാം അവരുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് നമ്മളുടെ ഈ ഒരു ബ്രാഞ്ച് ഹെഡ് പറഞ്ഞു, ഒരു വീഡിയോ എഡിറ്റിംഗ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റ് വിളിച്ചു, ഇത് എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് അത് ആ എഡിറ്ററോട് പോയി ചോദിക്കാൻ പറഞ്ഞു, എന്തായി അതിൻ്റെ സ്റ്റാറ്റസ് എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ JDയിൽ വരുന്ന ഒരു കാര്യമല്ല. കാരണം ഞാനൊരു കോപ്പി റൈറ്ററാണ്, എൻ്റെ കീഴിൽ ആരുമില്ല. പിന്നെ ഇത് ഒരു ക്രിയേറ്റീവ് ഹെഡിൻ്റെ കീഴിൽ വരുന്ന ഒരു ആളാണ്. അപ്പോൾ അയാളോട് ഞാൻ പോയി ചോദിക്കുമ്പോൾ ഒന്നാമത് ഈ ഹൈറാർക്കി പ്രശ്നമുണ്ട്, രണ്ടാമത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളെ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ക്രിയേറ്റീവ് ഹെഡാണ് ചെയ്യേണ്ടത്, അപ്പോൾ ക്രിയേറ്റീവ് ഹെഡിനോട് പറയുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാർ പറഞ്ഞു, നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ അങ്ങനെ ആയിരിക്കും, പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ നിങ്ങളുടെ ടാസ്ക് അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ അല്ല, ശരിക്കും ഒരു ക്രിയേറ്റീവ് ഹെഡാണ് ഈ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്, അപ്പോൾ അവരാണ് ഇത് നോക്കേണ്ടത്, അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളിത് ചെയ്യണം, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു ഓർഡർ തരുന്ന പോലെ, കാരണം അവരെൻ്റെ ഹെഡാണല്ലോ. സോ ഞാൻ പറയുന്നു, നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒരുമാതിരി ഈഗോ അടിച്ചിട്ട് പെരുമാറിയതാണ്, അല്ലാതെ ഒരു വർക്ക് എന്തായെന്ന് ചോദിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഈ ഒരു വർക്ക് ശരിക്കും ചെയ്യേണ്ടത് ആ ഒരു എഡിറ്റർ ആണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത് ക്രിയേറ്റീവ് ഹെഡിനാണ്. കാരണം ക്രിയേറ്റീവ് ഹെഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. സോ ആ ഒരു എഡിറ്ററെ കൊണ്ട് അത് ചെയ്യിച്ച് സമയത്തിന് ഔട്ടെടുത്ത് ക്ലയൻറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. സോ ഇതിന് പകരമാണ് സീനിയർ കോപ്പി റൈറ്ററായിട്ടുള്ള എന്നോട് ഇത് പോയി ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ സീനിയറും ഈ എഡിറ്റർ ഒരു ജൂനിയർ പയ്യനുമാണ്. അപ്പോൾ ഞാൻ പോയി അവനോട് ചോദിക്കുമ്പോൾ അവന് വലിയ അസ്വാഭാവികതയൊന്നും തോന്നില്ല. പക്ഷേ ഇവിടെ പറ്റാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരം ആകുമ്പോൾ ഈ വർക്ക് കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. കഴിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ചോദ്യം ആരോട് വരണം? ക്രിയേറ്റീവ് ഹെഡിന് വരണം. പക്ഷെ അവിടെ ചോദ്യം ക്രിയേറ്റീവ് ഹെഡിനോട് പോവില്ല, ബ്രാഞ്ച് ഹെഡ് പറയും ഞാനത് അരുണിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയും.
അപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് ജസ്റ്റ് അതിൻ്റെ അപ്ഡേറ്റ് മാത്രമേ ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വൈകുന്നേരം ഇതിൻ്റെ ചോദ്യം വരും, അരുണിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ കമ്പനി മുതലാളി വിളിക്കും, അരുണെ അതെന്തായി? അപ്പോൾ ഞാൻ നമ്മുടെ എഡിറ്ററോട് ചോദിക്കും, എടാ അതെന്തായി? അപ്പോൾ അത് തീർന്നിട്ടില്ലെങ്കിൽ ഇത് പിന്നെ എൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറും. അപ്പോൾ ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ചോദിക്കാത്തതുകൊണ്ട്, ഞാൻ പറഞ്ഞ് ചെയ്യിക്കാത്തതുകൊണ്ട് ക്ലയൻറ്റിന് ഒരു വർക്ക് കൃത്യമായിട്ട് പോയില്ല എന്നാവും. ഇനി പിറ്റേ ദിവസത്തെ രാവിലത്തെ മോർണിംഗ് മീറ്റിങ്ങിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം എനിക്കായിരിക്കും, ഇതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നതും ഞാനായിരിക്കും. സോ ഇതുകൊണ്ടാണ് ഞാൻ നോ പറഞ്ഞത്. സോ ചില കമ്പനികളിൽ അവർ ചില ടാസ്കുകൾ നിങ്ങൾക്ക് തരുന്നത് അത് ശരിക്കും ചെയ്യേണ്ട ആൾക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയോ ആയിരിക്കാം. അതേപോലെ നിങ്ങളൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വർക്ക് കൊടുത്താലും ചെയ്യാം. ഇത് ശരിക്കും ചെയ്യേണ്ട ആൾക്ക് വെറുതെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി, ആ ഒരു ഫേവറിറ്റിസത്തിന് വേണ്ടിയും നിങ്ങൾക്ക് ഇത്തരം ടാസ്കുകൾ തരാം. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോ പറയുകയാണ് വേണ്ടത്. അതിനെ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയും. നമ്മളുടെ കരിയറിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ബൗണ്ടറികൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിൽ നമ്മളൊരു ഫെയിലിയർ വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അവരെന്ത് പറഞ്ഞാലും, ഏത് സമയത്ത് പറഞ്ഞാലും, ഏത് ഹോളിഡേ അടക്കമുള്ള ദിവസം പറഞ്ഞാലും നമ്മൾക്ക് അവർ തരുന്ന ടാസ്കുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഇതേപോലെ നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ പെടാത്ത ടാസ്കുകൾ മിസ്ഫയർ ചെയ്ത് കഴിഞ്ഞാൽ, അത് സമയത്തിന് പോയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിൽ വരും. അതിൻ്റെ പഴിയും നിങ്ങൾ കേൾക്കേണ്ടി വരും. സോ നിങ്ങളുടെ JDക്ക് പുറമെ നിങ്ങൾക്കൊരു ടാസ്ക് വന്നാൽ അത് പെട്ടെന്ന് കയറി എസ്സോ നോയോ പറയരുത്. ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ആലോചിക്കാനൊരു സാവകാശം വേണ്ടേ? അപ്പോൾ നിങ്ങൾ പറയുക, അയ്യോ ഞാൻ ഇതിൻ്റെ ഇടയിലാണ്, എനിക്കിപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ തലയിൽ കയറില്ല എന്നൊക്കെ പറഞ്ഞൊന്ന് ആക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ടാസ്ക് ഒന്ന് ഒതുക്കിയിട്ട് വരും, ഒരു 10 മിനിറ്റിൽ ഞാനിത്, എന്നിട്ട് ഞാൻ കേൾക്കാം, ഇപ്പം ഞാൻ കേട്ടാൽ ഞാനത് മറന്നു പോകും, വേറെ വഴിക്ക് പോകും എന്നൊക്കെ ഒന്ന് ആക്ട് ചെയ്തിട്ട് ഈ വർക്കിൽ വല്ലാണ്ട് ഇൻവോൾവ് ആണ് എന്നുള്ള രീതിയിൽ കുറച്ച് അഭിനയിച്ച് എന്നിട്ടിരുന്ന് ആലോചിക്കുക, ഇപ്പോൾ ഈ ടാസ്ക് തരുന്നത് നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി പരിശോധിക്കാനാണോ, അതോ ശരിക്കും ഈ പണി ചെയ്യേണ്ട ആളെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്കിങ്ങും എഫിഷ്യൻറ്റും ആയതുകൊണ്ട് ആ പണിയും കൂടെ നിങ്ങൾക്കിട്ട് തരുന്നതാണോ എന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ അവിടെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക, ഇത് ഞാൻ ചെയ്യേണ്ട വർക്കല്ല, സോ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചില തലത്ത് നമുക്ക് പ്രൊഫഷണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യേണ്ട ആൾ ഇന്ന ആളാണ്, അയാൾക്കാണ് ഇത് വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കിതിനെക്കുറിച്ചുള്ള എക്സ്പെർട്ടീസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ഇത് പ്രോപ്പർ ആവില്ല, ഹയറാർക്കിയെ ബാധിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും. ചിലർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്ക് ഇതൊക്കെ അറിയാം, ഇത് ഹയറാർക്കിയെ ബാധിക്കും, ഇത് ഇയാളാണ് ചെയ്യേണ്ടത്, പക്ഷേ നിങ്ങളിത് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് അഡമൻ്റായിട്ട് പറയുന്ന ആൾക്കാരോട് പറ്റില്ല എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്ക്. കാരണം അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് അങ്ങനെ തന്നെ തിരിച്ച് പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മളെ പറ്റാണ്ടാവുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി നമ്മളോട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകാൻ പറയും. അപ്പോൾ സന്തോഷത്തോടു കൂടി അടുത്ത ജോലി അന്വേഷിക്കുക, റിസൈൻ ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുക. ഇല്ലെങ്കിൽ അതവർ പറയാൻ കാത്തുനിൽക്കണ്ട, അതിനു മുമ്പ് തന്നെ അത്തരം സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോവുക. ഞാനീ പറയുന്ന എക്സ്പീരിയൻസുകൾ ടോക്സിക് ആയിട്ടുള്ള ഓഫീസുകളിൽ, ടോക്സിക് ആയിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് കളിക്കുന്ന കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെ പണിയെടുത്ത് കിട്ടിയ എക്സ്പീരിയൻസുകളാണ്. ഇത് പലരും അങ്ങനെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.